വരുന്ന വർഷം അതായത് 2022 നിങ്ങൾക്ക് വളരെയധികം ലാഭം തരാൻ സാധ്യതയുള്ള 3 മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്. 2021 നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് 5 മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. അതിലെ ലാർജ് ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, അന്ന് നമ്മൾ പറഞ്ഞ ലാർജ് ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 41.9%, മിഡ് ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 50.1%, സ്മോൾ ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 77.8%, മൾട്ടി ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 57.45%, അതേപോലെ ടാക്സ് സേവിങ്ങിന് വേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ട് 56.37% ലാഭം തന്നിട്ടുണ്ട്. അതായത് റുപ്പിമംഗിൻ്റെ സജഷൻസ് കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അത് റുപ്പിമംഗിന് മാത്രം ഗുണമൊന്നുമല്ല, നമ്മുടെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവിലായിരുന്നു. അതും ഒരു കാരണമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മൾക്ക് വരുന്ന വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 3 മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. 3 കാറ്റഗറിയിലുള്ള 3 മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മ്യൂച്വൽ ഫണ്ടുകൾ അതേപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നൊരു ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും ഗോളുകളും മനസ്സിലാക്കി വേണം നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും ഗോളുകൾക്കും അനുസരിച്ച് നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് സജഷനോ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ സജഷനോ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ സജഷനോ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 8848030018 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകൾ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ റിവ്യൂ ചെയ്യാനായിട്ടും നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പിക്കിംഗ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പിക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ടിക്കർ ടേപ്പ്. അപ്പോൾ ടിക്കർ ടേപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ 3 മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ, നിങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ നല്ലതാണോ എന്നറിയാനൊക്കെ നിങ്ങൾക്ക് ടിക്കർ ടേപ്പിൻ്റെ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക വഴി നിങ്ങൾക്ക് ടിക്കർ ടേപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള അനാലിസിസ് നടത്താനുമായിട്ട് സാധിക്കും. നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു തരം മ്യൂച്വൽ ഫണ്ടുകളാണ് ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകൾ. ഈ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 1.5 ലക്ഷം രൂപ വരെയുള്ളൊരു തുക നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറവ് കാണിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏതാണ്ട് 56,000 രൂപ വരെ ടാക്സ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇൻകം ടാക്സ് ലാഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഈ ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് മിറേ അസറ്റ് ടാക്സ് സേവർ ഫണ്ടിനെ പറ്റിയിട്ടാണ്. ഈ മിറേ അസറ്റ് ടാക്സ് സേവർ ഫണ്ട് വളരെ നല്ല ഒരു പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്ന, ഭാവിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇത് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. അതായത് കൂടുതലും സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ലവണ്ണം ആളുകൾ സെലക്ട് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ റിസ്ക് എടുക്കാൻ സാധിക്കുന്നവർ മാത്രം ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് പോവുക. അതേസമയം തന്നെ നമ്മളൊരു 3 വർഷം നമ്മൾ ഈ പൈസ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മിനിമം 3 വർഷം ലോക്ക് ഇൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസ്ക് പരമാവധി മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മുടെ ട്രാക്ക് റെക്കോർഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ ലാസ്റ്റ് ഒരു മാസമായിട്ടും 6 മാസമായിട്ടും 1 വർഷമായിട്ടും ഒക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതിനായിട്ട് ടിക്കർ ടേപ്പിൽ ഈ ചാർട്ട് ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റിട്ടേൺ എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ്, ഗ്രീൻ ആണ്. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ താരതമ്യേന ആവറേജോ അതിൽ താഴെയുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ്. അതുപോലെ FD റിട്ടേണിനെ പറ്റി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല രീതിയിലുള്ള റിട്ടേൺ കാലാകാലങ്ങളായിട്ട് തന്നിട്ടുള്ളതാണ്. അതുപോലെ ഇതിലെ ഒരു സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഇതിലുള്ള കോമ്പണൻസ് ഒന്നും തന്നെ ഇതിൽ റിസ്ക് എലമെൻറ്റ് ഇല്ലാത്തതാണ്.
അതുകൊണ്ട് തന്നെ മറ്റൊരു റെഡ് ഫ്ലാഗുകളും ഇതിൽ കാണുന്നില്ല. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ നല്ലതാണോ എന്നുള്ളത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം ഗ്രീനാണ് കേട്ടോ അതിൽ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ താഴെ അതിൻ്റെ കീ മെട്രിസസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയർ എക്സ്പെൻസ് റേഷ്യോ മറ്റുള്ള അതേ തരത്തിലുള്ള മറ്റുള്ള ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് റേഷ്യോ വളരെ കുറഞ്ഞിട്ടുള്ള ഫണ്ടാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഏകദേശം അതേ കാറ്റഗറിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. അതുപോലെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണിനെ പറ്റി പറയുന്ന ഷാർപ്പ് റേഷ്യോ അതും ആ കാറ്റഗറി ആവറേജിന് അടുത്ത് നിൽക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ടാക്സ് സേവിങ് വേണ്ട ഒരാൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മിറേ അസറ്റ് ടാക്സ് സേവർ ഫണ്ട്. നിങ്ങൾക്ക് ടിക്കറ്റ് ടൈപ്പിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഈ ഫണ്ടുകളുടെ പിയർ ഫണ്ടുകൾ അതിൻ്റെ അതേപോലുള്ള മറ്റുള്ള ഫണ്ടുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾ ഇതിൽ ഏകദേശം ഒരു 10,000 രൂപ കഴിഞ്ഞൊരു 5.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസം നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കാണുന്ന പോലെ 23.75%. അതായത് അങ്ങനെ നിങ്ങൾ 10,000 രൂപ വെച്ച് ലാസ്റ്റ് ഒരു 5.5 വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,27,707 രൂപ നിങ്ങൾക്ക് കിട്ടിയേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഒരു 5 അതിൽ കൂടുതൽ വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് നേടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിലേഷ് സുരാന എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന ഈ ടാക്സ് സേവിങ്സ് ഫണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. മിറേ അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി തന്നെയാണ്. അതാണ് നിങ്ങളുടെ കമ്പനി പ്രൊഫൈലിൽ കാണുന്നത്. അപ്പോൾ ഒരു ടാക്സ് സേവിങ് ഉദ്ദേശത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ഈ മിറേ അസറ്റ് ടാക്സ് സേവിങ് ഫണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും ഗോളുകൾക്കും അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക എന്നുള്ളത് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് വിമങ് സർവീസിന് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ ഫണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ടാണ്. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുക. ഇന്ന് നമ്മൾ പറയുന്ന ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനറ റൊബേക്കോയുടെ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് പ്ലാനിനെ പറ്റിയിട്ടാണ്. ഇത് മറ്റ് ഫണ്ടുകളെ പോലെ തന്നെ ഒരു ഇക്വിറ്റി ഫണ്ടാണ്. ഇത് ഒരു ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ടാണ്. ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം ഗ്രീനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ റിട്ടേൺ നോക്കുകയാണെങ്കിലും അതുപോലെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഗ്രീനാണ്. അതുപോലെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഈ ഫണ്ടിലുള്ള കമ്പനികളിൽ കാണുന്നില്ല. അതായത് മോശം കമ്പനികളിൽ ഇത് നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റെഡ് ഫ്ലാഗ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ബെറ്റാണ് ഈ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട്. ഈ മെട്രിസസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പിയർ ഫണ്ടുകളേക്കാൾ കുറവാണ്. പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ ഇതിൻ്റെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫണ്ടായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഷാർപ്പ് റേഷ്യോ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ അത്യാവശ്യം ആ ഒരു പിയറിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാവുന്നത് പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ഫണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ പിയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ് ഫണ്ടുകൾ ആയിട്ടുള്ള ആക്സസ് ബ്ലൂ ചിപ്പ് ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ മുൻപ് നമ്മൾ കാണിച്ചിട്ടുള്ള പോലെ ഏകദേശം ഒരു 5,000 രൂപയുടെ ഒരു SIP 7 വർഷത്തേക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 7 വർഷത്തെ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15.1% ഒക്കെയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 6,91,612 രൂപ ഇതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ലഭിക്കും. അത് അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിട്ടേൺ ലോങ് ടേമിലേക്ക്. ഇത് ശ്രീദത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് മാനേജറും വിശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് മാനേജറുമാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് ഒരു ലോങ് ടേമിലേക്ക് ഒരു ഹൈ റിസ്ക് ടേക്കേഴ്സിന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. 2022 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഫണ്ടാണ്. ഒരു കാരണവശാലും 10 വർഷത്തിൽ കുറഞ്ഞ കാലയളവിലേക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കരുത്. 10 വർഷത്തിനുള്ളിൽ ആവശ്യം വരുന്ന 1 രൂപ പോലും ഈ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പാടില്ല. റിസ്ക് കൂടുതലെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ വലിയ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു ഫണ്ടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഫണ്ടിലേക്ക് പോകാം. മൂന്നാമത്തെ ഫണ്ടിൻ്റെ പേര് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടാണ്. ഇത് ഒരു ചെറുകിട ഇടത്തരം കമ്പനികളിൽ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന ഫണ്ടാണ്. ഇത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 7 വർഷമായിട്ടുള്ള ഫണ്ടാണ്, 7-8 വർഷമായിട്ടുള്ള ഫണ്ടാണ്. ആ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വലിയ റിട്ടേൺ, സാധാരണ ഫണ്ടുകൾ തരുന്നതിനേക്കാൾ വളരെ മികച്ച റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന 10 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ നോമിനലാണ്, ചെറിയ എക്സ്പെൻസ് റേഷ്യോ ആണ്. മറ്റുള്ള മിഡ് ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. പിയർ ഫണ്ട്സ് ആയിട്ട് ഉള്ള ഫണ്ടുകൾ SBI സ്മോൾ ക്യാപ്പ് ഉണ്ട്, DSP മിഡ് ക്യാപ്പ് ഉണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇത് 5000 രൂപ വെച്ച് ലാസ്റ്റ് ഒരു 8 വർഷം നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവറേജ് റിട്ടേൺ ആയിട്ടുള്ള 21.5% വെച്ച് ഏകദേശം 10,91,000 രൂപ നമുക്ക് ലഭിച്ചേനെ. വളരെ വലിയ ഒരു നേട്ടമാണ്. അനിരുദ്ധ് ന്യായും വിവേക് ഷായും മറ്റുമാണ് ഈ PGIM ഇന്ത്യയുടെ ഫണ്ട് മാനേജേഴ്സ് ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് പോകരുത്. നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാനുള്ള കഴിവും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് റുപ്പിമംഗ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഈ ഫണ്ടുകൾ നമ്മൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇഷ്ടമാവും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കും.